Dear students, welcome to 101.5 FM ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. Dear students, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, ലെറ്റ് us start. റേഡിയോ ടീച്ചർ, റേഡിയോ ടീച്ചർ. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. എന്റെ പേര് സുരേന്ദ്രൻ. ഞാൻ കൈറ്റ് കണ്ണൂരിലെ മാസ്റ്റർ ട്രെയിനർ കോർഡിനേറ്റർ ആണ്. തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ്. ഇന്നത്തെ ഈ മത്സരത്തിലേക്ക് എത്തിയിട്ടുള്ള 5 ടീമുകളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യം ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ടീം എ. പാർവണ പ്രകാശ്. എന്റെ പേര് സാൻവിയ KP. ഞങ്ങൾ PRM കൊളോലോ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വരുന്നു. ടീം ബി. ഞാൻ ദിയ അനുനന്ദ. നമ്മൾ GGVHSS ചെറുകുന്നിൽ നിന്ന് വരുന്നു. ടീം സി. മുഹമ്മദ് അംദാൻ കെ. മുഹമ്മദ് വിൽഷാദ് GHSS പുഴാതി സ്കൂളിലായിരുന്നു. ടീം ഡി. അനീവ രാജീവ്. ആശാപൂർണ. ഞങ്ങൾ SGHSS വായിട്ടുറമ്പ്. ടീം ഇ. ഞാൻ കൃഷ്ണവേണി. ഞാൻ അന്നപൂർണ. ഞങ്ങൾ GHSS പള്ളിക്കുന്നിൽ നിന്ന് വരുന്നു. നമ്മുടെ റേഡിയോ ടീച്ചർ IT പാഠഭാഗങ്ങളിലെ ക്യൂസ് 5ാം റൗണ്ടിലേക്ക് നീങ്ങുന്നു. നേരത്തെ ഉള്ളതുപോലെ തന്നെ ഇവിടെയും നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് 2 സ്കോറും അത് ട്രാൻസ്ഫർ ചെയ്ത് ഒരാൾക്ക് ഉത്തരം കിട്ടാതെ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുകയാണെങ്കിൽ 1 സ്കോറും എന്ന രൂപത്തിൽ തന്നെയാണ് ഇവിടെ നമ്മൾ തുടരുന്നത്. ഇതിനകം നല്ല മത്സരമാണ് എല്ലാ കുട്ടികളും പങ്കുവെക്കുന്നത്. അതോടൊപ്പം കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ഈ ചോദ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിലും കൂടി സന്തോഷമുണ്ട്. നമുക്ക് 5ാം റൗണ്ടിലെ ആദ്യ ചോദ്യം. ടീം എ. സിൻഫിക് സ്റ്റുഡിയോയിൽ ചലനം ആരംഭിക്കുന്ന ഫ്രെയിമിനെയും ചലനം അവസാനിക്കുന്ന ഫ്രെയിമിനെയും നമ്മൾ പൊതുവെ വിളിക്കുന്ന ഒരു പേരുണ്ട്. പേര് എന്ത്? വാട്ട് ഈസ് ദ കോമൺ നെയിം ഫോർ മോഷൻ സ്റ്റാർട്ട് ഫ്രെയിം ആൻഡ് മോഷൻ എൻഡ് ഫ്രെയിം ഇൻ സിൻഫിക് സ്റ്റുഡിയോ? ഓപ്ഷൻസ്: ടീൻ ഫ്രെയിംസ്, ബി കീ ഫ്രെയിംസ്, സി കീ പാനൽ, ഡി ഫ്രെയിം പാനൽ. കീ ഫ്രെയിംസ് ശരി ഉത്തരം. നമുക്കറിയാം, നമ്മൾ ആനിമേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇത്തരം ഓരോ ഫ്രെയിമുകളിൽ നമുക്ക് വേണ്ടുന്ന മോഷൻസ് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നീക്കുകയാണ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഓരോ ഫ്രെയിമിനും വിളിക്കുന്ന പേരാണ് കീ ഫ്രെയിം. ടീം എ 2 സ്കോർ. അടുത്ത ചോദ്യം. നമ്മൾ നേരത്തെ ട്യൂനിങ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? ആനിമേഷൻ നിർമ്മാണം എളുപ്പത്തിലാക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക് കൂടിയാണിത്. ചോദ്യം: ഏത് ഗണിത സങ്കേതമാണ് ട്യൂനിങ്ങിൽ പ്രയോജനപ്പെടുത്തുന്നത്? ദ ട്യൂനിങ് ടെക്നിക് യൂസ്ഡ് ടു മേക്ക് ആനിമേഷൻ ഈസിയർ ഇൻ സോഫ്റ്റ്വെയർ ലൈക്ക് സിൻഫിക് സ്റ്റുഡിയോ. ഇറ്റ് ഈസ് മെയ്ഡ് പോസിബിൾ ബൈ വിച്ച് ഓഫ് ദ മാത്തമാറ്റിക്കൽ ടെക്നിക്സ്? എ സ്ക്വയറിംഗ്, ബി ഇന്റർപോളേഷൻ, സി മാക്സിമൈസിംഗ്, ഡി ഫാക്ടറൈസേഷൻ. ബി ഇന്റർപോളേഷൻ ആണ് ശരി ഉത്തരം. ഇന്റർപോളേഷൻ എന്നുള്ള മാത്തമാറ്റിക്കൽ ടെക്നിക് ആണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സോഫ്റ്റ്വെയറിന്റെ ഉള്ളിൽ മാത്തമാറ്റിക്സ് ഉണ്ട് അല്ലെ? ടീം ബിക്ക് 2 സ്കോർ. അടുത്ത അവസരം ടീം സിക്കുള്ളതാണ്. 2 അതിലധികമോ നിറങ്ങളെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ലയിപ്പിച്ചു കൊണ്ടുവരാം നമ്മുടെ സിൻഫിക് സ്റ്റുഡിയോയിൽ. ജിമ്പിലൊക്കെ നിങ്ങൾ അത്തരത്തിലെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ സിൻഫിക് സ്റ്റുഡിയോ സാധിക്കും. അറിയാലോ, നിറങ്ങളെ ലയിപ്പിക്കുന്നതിന് സിൻഫിക് സ്റ്റുഡിയോ ഉപയോഗിക്കുന്ന ടൂളിന്റെ പേരെന്ത് എന്നാണ് എന്റെ ചോദ്യം. നെയിം ദ ടൂൾ യൂസ്ഡ് ഇൻ സിൻഫിക് സ്റ്റുഡിയോ ടു മിക്സ് 2 or more കളേഴ്സ്. എ ഗ്രേഡിയന്റ് ടൂൾ, ബി സ്മൂത്ത് മൂവ് ടൂൾ, സി ഫിൽ ടൂൾ, ഡി റെക്ടാംഗിൾ ടൂൾ. ഗ്രേഡിയന്റ് ടൂൾ ശരി ഉത്തരം. അവർക്ക് 2 മാർക്ക് ലഭിക്കുന്നു. ടീം സി 2 സ്കോർ. ടീം ഡിക്കുള്ള ചോദ്യം. ചില ആനിമേഷൻ സോഫ്റ്റ്വെയറുടെ പേര് ഞാൻ പറയുന്നുണ്ട്. ഇനി പറയുന്ന പോലെ ഏതാണ് സ്വതന്ത്ര ആനിമേഷൻ സോഫ്റ്റ്വെയർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫ്രീ ആനിമേഷൻ സോഫ്റ്റ്വെയർ? അഡോബ് ഫ്ലാഷ്, പെൻസിൽ, ടൂൺ ബൂം, ആനിം സ്റ്റുഡിയോ. പെൻസിൽ ശരി ഉത്തരം. പെൻസിൽ എന്നുള്ളത് ഫ്രീ ആനിമേഷൻ സോഫ്റ്റ്വെയർ ആണ്. ടീം ഡി 2 സ്കോർ നേടിയിരിക്കുന്നു.
ടീം ഈക്കുള്ള ചോദ്യം വളരെ എളുപ്പമാണ്. നിങ്ങൾ മറ്റ് വിഷയത്തിലും ഈ ചോദ്യം അതിന്റെ ഉത്തരം പഠിച്ചിട്ടുണ്ടാവും. ചോദ്യം, നമ്മളിപ്പോ ഒരു മൂവി കാണുമ്പോൾ യഥാർത്ഥത്തില് മൂവി കണ്ണിന്റെ ഒരു മാസ്മരിക വിദ്യ കൂടിയാണ് അല്ലെ, നമ്മുടെ കാഴ്ചയുടെ പ്രത്യേകത കൂടിയാണത്. നിശ്ചല ചിത്രങ്ങളെ തുടർച്ചയായും വേഗത്തിലും പ്രദർശിപ്പിക്കുമ്പോൾ അത് ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. അതാണ് ആനിമേഷൻ. കണ്ണിന്റെ ഏത് പ്രത്യേകത മൂലമാണ് നമുക്ക് ഇത് അനുഭവവേദ്യമാകുന്നത്? ആനിമേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് സ്റ്റിൽ ഇമേജസ് appear to move when displayed continuously and rapidly. What feature of the eye allows us to experience this? Persistence of vision. ശരി ഉത്തരം. 2 സ്കോർ. ഗുഡ്. ഇതിന്റെ അവസാനത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അല്ലെ, കമ്പ്യൂട്ടറിന്റെ പ്രവർത്തക സംവിധാനം ചാപ്റ്ററിന്റെ ചോദ്യമാണ് ഇനി നമ്മൾ ചോദിക്കുന്നത്. ടീം ഈക്കുള്ള ചോദ്യമാണ്. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് നമ്മൾ ബഹുമാനത്തോടെ ആദരവോടെ വിളിക്കുന്നത് ചാൾസ് ബബേജിനെയാണ്. ചാൾസ് ബബേജ് നിർമ്മിക്കാൻ ശ്രമിച്ചിരുന്ന കമ്പ്യൂട്ടറിന്റെ പേരെന്ത്? ചോദ്യം, ചാൾസ് ബബേജ് ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ട്രൈഡ് ടു ബിൽഡ് എ കമ്പ്യൂട്ടർ കോൾഡ്. ചാൾസ് ബബേജ് യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടറിന്റെ നിർമ്മാണത്തിലേക്ക് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ എത്തിയിരുന്നില്ല. നേരെ മറിച്ച് ആധുനിക കമ്പ്യൂട്ടറിന് അതിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് എത്തുന്ന ആശയങ്ങൾ മുന്നോട്ട് വെക്കാനും അത് ലോകത്തിന് മുമ്പാകെ പുതിയൊരു മാറ്റത്തിലേക്ക് നയിക്കാനൊക്കെ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹം നിർമ്മിക്കാൻ ശ്രമിച്ചിരുന്ന ആ കമ്പ്യൂട്ടറിന്റെ പേര് എന്താണ്? ആ കമ്പ്യൂട്ടറിന്റെ പേര് ഓപ്ഷൻ നൽകാം. എ അനലിറ്റിക്കൽ എഞ്ചിൻ, ബി ENIAC ENIAC, സി അബാക്കസ്, ഡി യൂണിവാക്. ഏതാണ് ചാൾസ് ബബേജിന്റെ കമ്പ്യൂട്ടർ? അനാലിറ്റിക്കൽ എഞ്ചിൻ. അനലിറ്റിക്കൽ എഞ്ചിൻ ശരി ഉത്തരം. ടീം ഇ 2 സ്കോർ നേടുന്നു. നോക്കൂ, അപ്പോ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ആളാണ് കമ്പ്യൂട്ടറിന്റെ പിതാവ് അല്ലെ. എത്രയോ കാലത്തിന് മുന്നേ സഞ്ചരിച്ച മനസ്സും എത്രയോ കാലത്തിന് അപ്പുറത്തേക്ക് ഉള്ള ദീർഘവീക്ഷണത്തോടുള്ള കാഴ്ചപ്പാടുകളും അതിന് തക്കതായിട്ടുള്ള ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളൊക്കെയാണ് അദ്ദേഹത്തിനെ ഈ പദവിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ആദ്യത്തെ കമ്പ്യൂട്ടറായ അനലിറ്റിക്കൽ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ ഇനി പറയുന്ന പോലെ ഏത് ഊർജ്ജ സ്രോതസ്സാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്? ഫസ്റ്റ് കമ്പ്യൂട്ടർ അനലിറ്റിക്കൽ എഞ്ചിൻ വാസ് മെന്റ് ടു ബി ഓപ്പറേറ്റഡ് യൂസിംഗ് വിച്ച് ഓഫ് ദ ഗിവൺ എനർജി സോഴ്സസ്? ഓപ്ഷൻസ് കറണ്ട്, സ്റ്റീം, ഗ്യാസ്, പെട്രോൾ. സ്റ്റീം. ഉത്തരം സ്റ്റീം. നോക്കി, ആദ്യത്തെ കാലത്തെ കമ്പ്യൂട്ടർ ഈ നീരാവി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സങ്കല്പത്തിലേക്കാണ് ചാൾസ് ബബേജ് കൊണ്ടുവന്നത്. ഇന്നത് ഏത് നിലയിലേക്ക് എത്തിയെന്നും നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട് എത്രമാത്രം അത് മുന്നോട്ട് പോയെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഒരു ചെറിയ സങ്കല്പം എങ്ങനെയാണ് ലോകത്തെ മാറ്റിമറിക്കുന്നതിനുള്ള തെളിവാണ് സത്യത്തിൽ കമ്പ്യൂട്ടറിനെ കണ്ടുപിടുത്തം. ടീം ഡി 2 സ്കോർ നേടുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. ടീം സിയുടെ അവസരമാണ്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വിവിധ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അത് നിങ്ങൾക്കറിയാം. കേർണല് അതിന്റെ അടിസ്ഥാന ഭാഗങ്ങളിൽ ഒന്നാണ്. ചോദ്യം, ഉബുണ്ടു GNU ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്ന കേർണൽ ഭാഗത്തിന്റെ പേരെന്ത്? An operating system consists of various components with the kernel being one of its fundamental parts. What is the name of the kernel part used by Ubuntu and GNU Linux operating systems? ഞാൻ ഓപ്ഷൻസ് പറയാം. ലിനക്സ്, യുനിക്സ്, വിൻഡോസ്, മാക്. ലിനക്സ്. ഉത്തരം ലിനക്സ്. ശരി. ടീം സിക്ക് 2 സ്കോർ ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം ബിക്കുള്ളാണ്. ഈ അനലിറ്റിക് എഞ്ചിൻ തയ്യാറാക്കുമ്പോൾ അതിന് ചില പ്രോഗ്രാമുകളോട് ആവശ്യമായിരുന്നു. അത്തരം പ്രോഗ്രാമുകൾ തയ്യാറാക്കി നൽകാം എന്ന് അന്ന് ചാൾസ് ബബേജോട് സമ്മതിച്ചിരുന്നത് ആരായിരുന്നു? ഹു അഗ്രീഡ് ടു പ്രിപ്പയർ എ പ്രോഗ്രാം ഫോർ അനലിറ്റിക്കൽ എഞ്ചിൻ? ആരാണ് അനലിറ്റിക് എഞ്ചിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാമുകൾ തയ്യാറാക്കി നൽകാം എന്ന് ഏറ്റിരുന്നത്? ഒരു മാത്തമാറ്റീഷ്യൻ, ഒരു ഗണിത ശാസ്ത്രകാരിയാണ്. അഡാ ബൈറോൺ. ശരിയുത്തരാണ്. അഡാ ബൈറോൺ ആണ് അനലിറ്റിക് എഞ്ചിന് ആദ്യത്തെ കമ്പ്യൂട്ടർ കൊണ്ടുവന്ന പ്രോഗ്രാം തയ്യാറാക്കാമെന്ന് ഏറ്റിരുന്നത്. ടീം ബിക്ക് 2 സ്കോർ. അടുത്ത ചോദ്യം ടീം എയോടാണ്. എല്ലാവരും നന്നായിട്ട് നമ്മുടെ ലാപ്ടോപ്പും മറ്റൊക്കെ ഉപയോഗിച്ച് പരിചയമുള്ളതാണ് അല്ലേ. നമ്മൾ കമ്പ്യൂട്ടർ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലിയർ. നമ്മൾ ലാപ്ടോപ്പിൽ കമ്പ്യൂട്ടർ എത്ര വേണമെങ്കിൽ യൂസർ ക്രിയേറ്റ് ചെയ്യാം. മൊബൈൽ ഫോണിൽ എത്ര യൂസർ ക്രിയേറ്റ് ചെയ്യാം? ഒരാൾക്ക് മാത്രം. മൊബൈൽ ഫോൺ സിംഗിൾ യൂസർ ഡിവൈസ് ആണല്ലേ. ചോദ്യം, ഈ യൂസറെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശരിയായ രീതി ഏത്? യൂസർ ക്രിയേറ്റ് നമുക്ക് ഒരു പാത്ത് ഉണ്ടല്ലോ അല്ലെ. നമ്മൾ എങ്ങനെ ചെയ്താണ് യൂസർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക? സോ ദ ക്വസ്റ്റൻ ഈസ് the correct order of activity to create a new user in computer. ഞാൻ ഓപ്ഷൻസ് പറയാം. എ അപ്ലിക്കേഷൻസ്, സിസ്റ്റം ടൂൾസ്, അഡ്മിനിസ്ട്രേഷൻ, യൂസർ ആൻഡ് ഗ്രൂപ്പ്. ബി അപ്ലിക്കേഷൻ, പ്രിഫറൻസസ്, അഡ്മിനിസ്ട്രേഷൻ, യൂസർ ആൻഡ് ഗ്രൂപ്പ്. സി അപ്ലിക്കേഷൻ, സോഫ്റ്റ്വെയർ, അഡ്മിനിസ്ട്രേഷൻ, യൂസർ ആൻഡ് ഗ്രൂപ്പ്. ഡി അപ്ലിക്കേഷൻ, ലോഗ്സ്, അഡ്മിനിസ്ട്രേഷൻ, യൂസർ ആൻഡ് ഗ്രൂപ്പ്. ചെറിയ വ്യത്യാസം മാത്രമേ ഓരോന്നും പറയുന്നുള്ളൂ അല്ലെ. അപ്ലിക്കേഷൻ സിസ്റ്റം ടൂൾസിലാണോ അഡ്മിനിസ്ട്രേഷൻ യൂസർ ഗ്രൂപ്പ് ഉള്ളത്? അപ്ലിക്കേഷൻ പ്രിഫറൻസിലാണോ അഡ്മിനിസ്ട്രേഷൻ യൂസർ ഗ്രൂപ്പ് ഉള്ളത്?
ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിലാണോ അഡ്മിനിസ്ട്രേഷൻ യൂസർ ഗ്രൂപ്പ്സ് ഉള്ളത്, ആപ്ലിക്കേഷൻ ലോക്സിലാണോ? നമ്മൾ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ടല്ലേ താഴേക്ക് വരിക അല്ലേ? എന്നിട്ട് എവിടുന്നാണ് നമ്മൾ യൂസർ ആൻഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ സി. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അഡ്മിനിസ്ട്രേഷൻ യൂസർ ഗ്രൂപ്പ് എന്നാണ് ടീം എ നൽകിയിരിക്കുന്ന ഉത്തരം. സോറി, ആ ഒരു ഉത്തരം തെറ്റാണ്. ടീം ഇയിലേക്ക് ഈ ചോദ്യം കൈമാറുന്നു. ടീം ഇക്കുള്ള അവസരം. ഓപ്ഷൻ ബി. ആപ്ലിക്കേഷൻ പ്രിഫറൻസസ് അഡ്മിനിസ്ട്രേഷൻ യൂസർ ആൻഡ് ഗ്രൂപ്പ്സ് ആണ് നൽകിയ ഉത്തരം. ശരിയാണോ? അല്ല, രണ്ടുപേരും നൽകിയ ഉത്തരം തെറ്റായതുകൊണ്ട് തന്നെ എടുക്കുന്ന മത്സരത്തിലേക്ക് ആർക്കും ഉത്തരം പറയാം. ആപ്ലിക്കേഷൻ സിസ്റ്റം ടൂൾ സിസ്റ്റം ടൂൾസ് അഡ്മിനിസ്ട്രേഷൻ. ഞാൻ സിസ്റ്റം ടൂൾസ് എന്ന് മാത്രമാണ് ഉത്തരത്തിന്റെ പോയിന്റ് അല്ലേ? സിസ്റ്റം ടൂൾസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് ഇവിടത്തേക്ക് പോവാം, അഡ്മിനിസ്ട്രേഷനിൽ പോയി യൂസർ ഗ്രൂപ്പ് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഒന്ന് ഓർമ്മിച്ചേക്കൂ. ആപ്ലിക്കേഷൻ സിസ്റ്റം ടൂൾസ് അഡ്മിനിസ്ട്രേഷൻ യൂസർ ആൻഡ് ഗ്രൂപ്പ് എന്നുള്ളതാണ് അതിന്റെ ശരി ഉത്തരം. ടീം ബി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിന് മാർക്ക് നൽകുന്നില്ല, എങ്കിലും അവർ നല്ല ശ്രമത്തെ അഭിനന്ദിക്കുന്നു. അഞ്ചാമത്തെ റൗണ്ടിലെ പ്രകടനം നമുക്ക് വിലയിരുത്താം. ടീം എ ഒഴികെ മറ്റ് 4 ടീമുകളും 4 സ്കോർ നേടിയിട്ടുണ്ട്. ടീം എ 2 സ്കോർ നേടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുവരെയുള്ള ആകെ റൗണ്ടുകളുടെ ഒരു വിലയിരുത്തൽ നോക്കിയാൽ ആകെയുള്ള സ്കോറുകൾ: ടീം എ 15 സ്കോർ, ടീം ബി 23 സ്കോർ, ടീം സി 8 സ്കോർ, ടീം ഡി 22 സ്കോർ, ടീം ഇ 18 സ്കോർ. ഇതിന് നമുക്ക് പറയാം ഏറ്റവും മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് 23 സ്കോർ നേടിക്കൊണ്ട് ടീം ബി ആണ്. ടീം ബിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. 22 സ്കോറുമായി ടീം ഡി 2ാം സ്ഥാനത്ത്, ടീം ഇ ആണ് 3ാം സ്ഥാനത്തുള്ളത് 18 സ്കോർ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. അപ്പൊ 6ാമത്തെ റൗണ്ടിലേക്കാണ് നമ്മുടെ മത്സരം നീങ്ങുന്നത്. 6ാമത്തെ റൗണ്ടിലെ ആദ്യ ചോദ്യം: ടീം എ, നമ്മൾ ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കേണ്ടതുണ്ട് അല്ലെ? അപ്പൊ അത്തരത്തില് ഹാർഡ് ഡിസ്കില് ഈ ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്യുകയും അതിന് അഡ്രസ്സുകൾ നൽകുകയും ചെയ്യുന്ന ആ പ്രക്രിയ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഹാർഡ് ഡിസ്ക് ഇൻ ദ ഫോം ഓഫ് ബ്ലോക്സ് ആൻഡ് ഗിവിംഗ് ദം അഡ്രസ്സസ് ഈസ് കോൾഡ്. ഓപ്ഷൻസ് പറയാം: എ റെൻഡറിംഗ്, ബി പ്രോസസിംഗ്, സി പ്രോഗ്രാമിംഗ്, ഡി പാർട്ടീഷനിങ്. ഓപ്ഷൻ ഡി, പാർട്ടീഷനിങ്. പാർട്ടീഷനിങ് ശരി ഉത്തരം. ഹാർഡ് ഡിസ്ക് നമ്മൾ വിവിധ പാർട്ടീഷനാക്കി തിരിക്കും. അഡ്രസ് ഒക്കെ നൽകിയ ശേഷം ഓരോ പാർട്ടീഷനും അതാത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനനുസരിച്ചുള്ള ഫയൽ സിസ്റ്റം നൽകുകയും ചെയ്യും. ടീം എയുടെ ഉത്തരത്തിന് 2 സ്കോർ ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. നമുക്ക് നമ്മുടെ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ ഹാർഡ് ഡിസ്കിന് പ്രധാനമായിട്ട് അവിടെ നമ്മൾ ചെയ്യുന്ന ചില പാർട്ടീഷനുണ്ട്. അതിലൊന്ന് റൂട്ടാണ്, മറ്റൊന്ന് ഹോമാണ്, മറ്റൊന്ന് സ്വാപ്പാണ്. അതിലെന്തായാലും നമുക്ക് റൂട്ടും സ്വാപ്പും നിർബന്ധമാണ് അല്ലേ? അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഉബുണ്ടു വർക്ക് ചെയ്യൂ. അപ്പൊ അങ്ങനെ 3 പാർട്ടീഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടുന്ന പ്രോഗ്രാമുകൾ ഇതിൽ ഏത് പാർട്ടീഷനിലാണ് സംഭരിച്ചു വെച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഗിവൺ പാർട്ടീഷൻസ് യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് പ്രോഗ്രാംസ്? റൂട്ട്. ശരി ഉത്തരമാണ്. ടീം ബിക്ക് 2 സ്കോർ. ടീം സിയോടുള്ള ചോദ്യം: ഞാൻ 4 സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അതാണ് ഉത്തരമായിട്ട് പറയേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? 1. എ ഗ്നു പ്രോഗ്രാം വാസ് റിട്ടൺ ബൈ റിച്ചാർഡ് സ്റ്റാൾമാൻ. ബി ലിനക്സ് പ്രോഗ്രാം വാസ് റിട്ടൺ ബൈ ലിനക്സ് ടോർവാൾഡ്സ്. സി ഗ്നു പ്രോഗ്രാം വാസ് റിട്ടൺ ബൈ കെൻ തോംസൺ. ഡി ഗ്നു പ്രോഗ്രാം വാസ് റിട്ടൺ ബൈ ഡെന്നിസ് റിച്ചി. ഇതിൽ ഏതാണ് ശരി? ലിനക്സ് പ്രോഗ്രാം വാസ് റിട്ടൺ ബൈ ലിനക്സ് ടോർവാൾഡ്സ്. ടീം സി നൽകിയ ഉത്തരം ശരിയാണ്. അഭിനന്ദനങ്ങൾ. 2 സ്കോർ. ടീം ഡിയോടുള്ള ചോദ്യം: ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ സ്മാർട്ട് ഫോണുകളിലും പുതിയ കാലത്തെ ഡിവൈസുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ചോദ്യം: ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് വൈഡ്ലി യൂസ്ഡ് നൗഡേയ്സ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ബേസിക് പ്രോഗ്രാം യൂട്ടിലൈസ്ഡ് ഇൻ ദ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്? ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന അടിസ്ഥാന പ്രോഗ്രാം ഏത്? എ യുനിക്സ്, ബി ലിനക്സ്, സി QNX, ഡി മൈക്രോസോഫ്റ്റ് വിൻഡോസ്. ലിനക്സ്. ടീം ഡി ശരി ഉത്തരം നൽകി കഴിഞ്ഞു. ലിനക്സ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇപ്പോഴത്തെ ആൻഡ്രോയിഡ് ഡിവൈസുകളിലൊക്കെ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് OS ലിനക്സിന്റെ ഒരു വകഭേദമാണ് അല്ലെ? അതിലൊക്കെ അടിസ്ഥാനമായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ലിനക്സ് ആണ്. ടീം ഡിക്ക് 2 സ്കോർ. അടുത്ത ചോദ്യം ടീം ഇയോട്. ആൻഡ്രോയിഡ് നമ്മളിപ്പോൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു പറഞ്ഞു. അതൊരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, അറിയാം. ഏത് കമ്പനിയാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്? ആൻഡ്രോയിഡ് ഈസ് വൈഡ്ലി used mobile operating system. Which company develops and maintains the Android operating system? Google, Apple, Microsoft, Linux Foundation. Google. ശരി ഉത്തരം. 2 സ്കോർ നേടുന്നു ടീം ഇ.
അടുത്ത ചോദ്യം ടീം ഇയോട് തന്നെയാണ്. നമ്മൾ കമ്പ്യൂട്ടറുകളിൽ അതിനോട് ചേർത്തുകൊണ്ട് പ്രിന്ററും മറ്റ് പലവിധ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ? അത്തരം ഉപകരണങ്ങളൊക്കെ നമ്മൾ ചേർത്ത് വെച്ച് ഉപയോഗിക്കും. ചിലപ്പോൾ ഈ പ്രിന്റർ വർക്ക് ചെയ്യില്ല. അറിയാലോ, ഇങ്ങനെയുള്ള പ്രശ്നം നമ്മൾ നേരിട്ടുണ്ട്. ചില പ്രത്യേക പ്രോഗ്രാം അതിനോട് ചേർത്താൽ മാത്രമേ ഈ പ്രിന്ററും മറ്റ് പെരിഫറൽസ് ഒക്കെ വർക്ക് ചെയ്യും. എന്റെ ചോദ്യം, ഇത്തരത്തില് നമ്മൾ കമ്പ്യൂട്ടറിനോട് ചേർത്ത് ഉപയോഗിക്കുന്ന ഈ ഹാർഡ്വെയറുകൾക്ക് പ്രവർത്തിപ്പിക്കാൻ നൽകുന്ന ഈ പ്രോഗ്രാമുകളെ എന്ത് പേരിൽ വിളിക്കുന്നു? OSനോട് ഈ ഒരു പ്രോഗ്രാം കൂടി ചേർത്ത് കൊടുത്താൽ മാത്രമേ പ്രിന്റർ പോലുള്ള ഉപകരണങ്ങൾ വർക്ക് ചെയ്യൂ. സ്പെസിഫിക് പ്രോഗ്രാംസ് ആർ റിക്വയർഡ് ഫോർ ദ പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് ഹാർഡ്വെയർ കോമ്പോണന്റ്സ് ലൈക്ക് പ്രിന്റേഴ്സ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് സച്ച് പ്രോഗ്രാംസ്? ഓപ്ഷൻസ് ഫയൽ സിസ്റ്റംസ്, കേർണൽ, ഡ്രൈവർ, പെരിഫറൽസ്. കേണൽ. ഉത്തരം കേർണൽ എന്നാണ് നൽകിയിരിക്കുന്നത്. ടീം ഇ നൽകിയ ഉത്തരം തെറ്റിപ്പോയി. ഈ ചോദ്യം ടീം എയിലേക്ക് കൈമാറുന്നു. ടീം എക്ക് ഉത്തരം ശ്രമിക്കാം. ഓപ്ഷൻസ് ഒരിക്കൽ കൂടി: ഫയൽ സിസ്റ്റം, കേർണൽ, ഡ്രൈവർ, പെരിഫറൽസ്. ടീം എ ഒരു ഉത്തരം പറയൂ. ഡ്രൈവർ. ഉത്തരം ശരിയാണ്, ഡ്രൈവർ. മറ്റുള്ള ടീമുകൾക്കൊക്കെ ഉത്തരം അറിയായിരുന്നില്ലേ അല്ലേ? ഡ്രൈവർ നമ്മൾ സാറിന് പ്രിന്റർ കമ്പ്യൂട്ടറിനോട് കണക്ട് ചെയ്യാൻ മാത്രം വർക്ക് ചെയ്യില്ല. അപ്പോൾ എന്ത് വേണം? ഈ കമ്പ്യൂട്ടറിന് ഈ പ്രിന്ററിനെ ഒന്ന് പരിചയപ്പെടുത്തണം. എങ്ങനെ പരിചയപ്പെടുത്തുക? ആ OSൽ നിലവിൽ എന്തില്ല? ഈ പ്രിന്ററിന്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇല്ല. ആ സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ ചേർത്ത് കൊടുക്കും. അങ്ങനെ ചേർത്ത് കൊടുക്കുന്ന ആ സോഫ്റ്റ്വെയർ വിളിക്കുന്ന പേരാണ് എന്ത്? ഡ്രൈവർ. വൈഫൈ കിട്ടണമെങ്കിൽ, ബ്ലൂടൂത്ത് കിട്ടണമെങ്കിൽ ഒക്കെ നമുക്ക് എന്ത് വേണം? ഇത്തരം ഡ്രൈവറുകൾ ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഡ്രൈവർ ശരി ഉത്തരം. ടീം എക്ക് കൈമാറി വന്ന ചോദ്യമായതുകൊണ്ട് ഒരു സ്കോർ ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കിയത് 2 പേര്. അവരുടെ പേര് ഞാൻ പറയാം, നിങ്ങൾ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് വേണം. ഓക്കെ, റെഡി ആണല്ലോ? 2 ആളുകൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരാണ് നിങ്ങളെന്ന് പ്രതീക്ഷിക്കുന്ന ഉത്തരം. വ്യക്തികളുടെ പേര് ഞാൻ പറയാം: ഡെന്നിസ് റിച്ചെ ആൻഡ് കെൻ തോംസൺ. ഇവർ ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? നെയിം ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്ഡ് ബൈ ഡെന്നിസ് റിച്ചെ ആൻഡ് കെൻ തോംസൺ. ഓപ്ഷൻസ് വേണോ? യുനിക്സ് ആണ് ശരി ഉത്തരം. ടീം ഡി വളരെ മികച്ച രീതിയിൽ ഓപ്ഷൻസ് ഇല്ലാതെ ഉത്തരം പറഞ്ഞു. അഭിനന്ദനങ്ങൾ. 2 സ്കോർ. ടീം സിയോടുള്ള ചോദ്യം: നമുക്ക് പല ഫയൽ സിസ്റ്റം കമ്പ്യൂട്ടർ ഉണ്ട് അല്ലെ? നമ്മൾ വിൻഡോസ് ആകുമ്പോഴൊരു ഫയൽ സിസ്റ്റം ആണ്, ഉബുണ്ടു ആകുമ്പോഴും മറ്റൊരു ഫയൽ സിസ്റ്റം ആണ്. ഓരോ സോഫ്റ്റ്വെയറിനനുസരിച്ച് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം അനുസരിച്ച് ഈ ഫയൽ സിസ്റ്റത്തിന് മാറ്റമുണ്ട്. ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫയൽ സിസ്റ്റം ആണ് FAT32? FAT32 ഈസ് ദ ഫയൽ സിസ്റ്റം ഓഫ് വിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓപ്ഷൻസ്: GNU Linux, ആപ്പിൾ മാക് OS X, മൈക്രോസോഫ്റ്റ് വിൻഡോസ്, ആൻഡ്രോയിഡ്. FAT32 ഉബുണ്ടുവിന്റെ ഫയൽ സിസ്റ്റം ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതിന്റെ ഉത്തരം വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. എന്തായാലും നമ്മുടെ പരീക്ഷയ്ക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആൻസേഴ്സ് ആണ്. ഉത്തരങ്ങൾ ഒഴിവാക്കി വേണ്ട കാര്യമില്ല, കാരണം മൈനസ് മാർക്ക് ഇല്ല. അതുകൊണ്ട് 4 ഉത്തരങ്ങളിൽ ഒന്ന് എപ്പോഴും നിങ്ങൾക്ക് പരീക്ഷയിൽ നൽകാം. ആ 4 ഉത്തരങ്ങളിൽ നിങ്ങൾക്ക് അറിയിക്കുന്ന സ്കോർ ലഭിക്കുകയും ചെയ്യും. നമ്മുടെ തിയറി പരീക്ഷ പൂർണ്ണമായിട്ടും ഇത്തരം മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. പാസ് ചെയ്യാം. ടീം ബിക്കുള്ള ഒരു സുവർണ അവസരം. മൈക്രോസോഫ്റ്റ് വിൻഡോസ്. FAT32 മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ ഫയൽ സിസ്റ്റം ശരി ഉത്തരാണ്. ഞാൻ സംശയിച്ച് പറയുമ്പോൾ അവരും സംശയിച്ചാണ് നിൽക്കുന്നത്. സംശയം വേണ്ട, FAT32 എന്നുള്ളത് വിൻഡോസിന്റെ ഫയൽ സിസ്റ്റം ആണ്. ഓക്കെ, നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ സ്കൂളിൽ വിൻഡോസ് ഉപയോഗിക്കുന്നില്ല അല്ലെ? നമ്മൾ നമ്മുടെ കേരളത്തിലെ സ്കൂള്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഉബുണ്ടു ബേസ്ഡ് ആയിട്ടുള്ള ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടീം ബിക്ക് ഈ ചോദ്യത്തിന് 1 സ്കോർ ലഭിക്കുന്നു. ടീം സിയിൽ നിന്ന് പകർന്നു കിട്ടിയ ചോദ്യമാണ് എന്നുള്ളതുകൊണ്ട് 1 സ്കോറാണ് അവർക്ക് ലഭിക്കുന്നത്. ടീം ബിയോടാണ് അടുത്ത ചോദ്യം. നമ്മളിപ്പോഴ് ധാരാളം പുതിയ ഡിവൈസുകൾ, കാലത്തിനൊത്ത് പുതിയ ധാരാളം ഡിവൈസുകൾ ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത്തരം പുതിയ ഡിവൈസുകളുടെ ഒരു യുഗമാണിത്, ഒരു ഇലക്ട്രോണിക് യുഗമാണിത് അല്ലെ? ഒരു ഡിജിറ്റൽ യുഗമാണ് നമ്മുടെ ലോകം എന്ന് പറയുന്നത്. ഇത്തരത്തിലെ ഡിജിറ്റൽ ഡിവൈസുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് വിയറബിൾ ഡിവൈസുകൾ, നമുക്ക് ധരിക്കാവുന്ന, കൂടെ കൊണ്ടു നടക്കാവുന്ന ഡിവൈസുകൾ, TV, ആൻഡ്രോയിഡ് TVയുള്ള മറ്റ് TVകൾ. അപ്പൊ അതിലൊക്കെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഡിവൈസുകൾക്ക് ലിനക്സ് ഫൗണ്ടേഷൻ തയ്യാറാക്കിയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? ചോദ്യം ഒന്നുകൂടെ വ്യക്തമാക്കാം. വിയറബിൾ ഡിവൈസുകളും TVകളും പോലുള്ള സ്മാർട്ട് ഡിവൈസുകൾക്കായി ലിനക്സ് ഫൗണ്ടേഷൻ തയ്യാറാക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്ഡ് ബൈ ലിനക്സ് ഫൗണ്ടേഷൻ ഫോർ സ്മാർട്ട് ഡിവൈസസ് ലൈക്ക് വിയറബിൾസ് ആൻഡ് TVs? ഓപ്ഷൻസ് വേണം: ആൻഡ്രോയിഡ്, iOS, ടൈസൺ, ബ്ലാക്ക്ബെറി 10. വിയറബിൾ ഡിവൈസുകളിൽ ഒക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്ന ലിനക്സ് ഫൗണ്ടേഷൻ തയ്യാറാക്കിയിട്ടുള്ള OS ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഒരിക്കൽ കൂടി: A, ആൻഡ്രോയിഡ്, B, iOS, C, ടൈസൺ, D, ബ്ലാക്ക്ബെറി 10. ആൻഡ്രോയിഡ് ചില TVകളിലൊക്കെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു, ആൻഡ്രോയിഡ് നേരത്തെ നമ്മൾ ചോദിച്ചല്ലോ, ആരാ ഉണ്ടാക്കുന്ന ആൻഡ്രോയിഡ്? ഗൂഗിൾ ഉണ്ടാക്കുന്നത്. ഞാൻ എന്താ ചോദിച്ചത്? അത് വിട്ടുപോയി അല്ലേ? അപ്പൊ ചോദ്യം കൃത്യമായി ശ്രദ്ധിച്ചു വേണം ഉത്തരങ്ങൾ എഴുതുക എന്നുള്ള പാഠമാണ് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ ചോദിച്ചു ലിനക്സ് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടുള്ള OS ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവസരം ടീം എക്ക് കൈമാറുന്നു. ലിനക്സ് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയ വിയറബിൾ ഡിവൈസുകളൊക്കെ വർക്ക് ചെയ്യുന്ന OS ഏത്? ഓപ്ഷൻസ്:
ആൻഡ്രോയിഡ്, iOS, ടൈസൺ, ബ്ലാക്ക്ബെറി. iOS. ടീം എയും ഉത്തരം തെറ്റിച്ചു. ആർക്കും പറയാം. ടൈസൺ. ടൈസൺ ശരി ഉത്തരം. ടീം സി ആവേശത്തോട് ഉത്തരം പറഞ്ഞു. ടൈസൺ ശരി ഉത്തരമാണ്. പക്ഷെ അതിന് സ്കോർ ഇല്ല. എങ്കിലും മികച്ച രീതിയിൽ ഉത്തരം പറഞ്ഞ ടീം സിക്ക് അഭിനന്ദനങ്ങൾ. ഈ ക്വിസ് മത്സരത്തിലെ നമ്മുടെ ഈ IT പാഠഭാഗങ്ങൾ ആസ്പദമാക്കിയിട്ട് 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ പഠനത്തിനായി ഉദ്ദേശിച്ചുള്ള ഈ ക്വിസ് മത്സരത്തിന്റെ അവസാനത്തെ ചോദ്യം ചോദിക്കാലോ അല്ലെ? അത് ടീം എക്കാണ് ഈ ചോദ്യം നൽകുന്നത്. അവരുടെ അവസരമാണ്. നമ്മൾ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ആ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കൊക്കെ കൃത്യമായ ഒരു ധാരണ അക്കാര്യത്തിൽ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടാവും. ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാൻ നമ്മൾ അതിന് ചില പ്രോഗ്രാം നിർദ്ദേശമാണ് കൊടുക്കുന്നത്. ചില എഴുതി തയ്യാറാക്കിയ രൂപത്തിൽ നിർദ്ദേശങ്ങളാണ് ഓരോ സോഫ്റ്റ്വെയർ ലഭിക്കുന്നത്. ആ സോഫ്റ്റ്വെയർ ഈ നിർദ്ദേശത്തെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. അങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നത്. ഞാൻ ചോദ്യത്തിലേക്ക് വരാം. പ്രോഗ്രാമുകളുടെ നിർദ്ദേശങ്ങൾ എഴുതിയ അവസ്ഥയുള്ള രൂപത്തെ പറയുന്ന പേരെന്ത്? ഞാൻ ആ ഓപ്ഷൻ കൂടെ പറയാം. എന്നിട്ട് അതിന് ചോദ്യം കൂടെ വ്യക്തമാക്കാം. എ ബൈനറി കോഡ്, ബി മെഷീൻ കോഡ്, സി സോഴ്സ് കോഡ്, ഡി ഒബ്ജക്റ്റ് കോഡ്. ബൈനറി കോഡ്, മെഷീൻ കോഡ്, സോഴ്സ് കോഡ്, ഒബ്ജക്റ്റ് കോഡ്. സോഫ്റ്റ്വെയറുകൾക്ക് നൽകുന്ന എഴുതിയ രൂപത്തിലുള്ള പ്രോഗ്രാം നിർദ്ദേശങ്ങളെ എന്ത് പേരിൽ വിളിക്കുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ് റെപ്രസെന്റ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ഇൻ റിട്ടൺ ഫോം? ബൈനറി കോഡ്, മെഷീൻ കോഡ്, സോഴ്സ് കോഡ്, ഒബ്ജക്റ്റ് കോഡ്. ആൻസർ ബൈനറിയൽ കോഡ്. ബൈനറി കോഡ് ഉത്തരം തെറ്റാണ്. തെറ്റിപ്പോയി. ഈ ചോദ്യത്തിന് ഉത്തരം ടീം ഇക്ക് നൽകുക. ഓപ്ഷൻ ഡി ഒബ്ജക്റ്റ് കോഡ്. ടീം ഇ പറഞ്ഞത് ഒബ്ജക്റ്റ് കോഡാണ്. ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല. ഇനി ആർക്കെങ്കിലും മറ്റു അഭിപ്രായങ്ങളുണ്ടോ? എന്താ ടീം ബിയുടെ അഭിപ്രായം? സോഴ്സ് കോഡ് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ സോഴ്സ് കോഡ് എന്താ, ഒബ്ജക്റ്റ് കോഡ് എന്താ, ഏതാ ശരി? മറ്റുള്ള ടീമുകൾക്ക് ഇതിൽ അഭിപ്രായം പറയാം. കാരണം ഇത് വ്യക്തമാവണം. എന്താണ് സോഴ്സ് കോഡ്, എന്താണ് ഒബ്ജക്റ്റ് കോഡ്? ഉത്തരം ഞാൻ പറയാം. ഞാൻ ഇപ്പോഴും പറഞ്ഞതിന്റെ ഉത്തരം സോഴ്സ് കോഡാണ്. രണ്ട് ടീമിനും അതിന് സ്കോർ ലഭിച്ചിട്ടില്ല. ടീം ബിക്ക് 3ാമത്തെ അവസരമായതുകൊണ്ട് തന്നെ സ്കോറും ഇല്ല. എനിവേ ഉത്തരം സോഴ്സ് കോഡാണ്. ഞാൻ ഉത്തരം വ്യക്തമാക്കി തരാം. ശ്രദ്ധിക്കൂ. നമ്മൾ സോഫ്റ്റ്വെയറിന് കൊടുക്കുന്നത് ആ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് നമ്മളെ നൽകുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ സോഴ്സ് കോഡ് എന്ന് വിളിക്കുന്നത്. ഈ സോഴ്സ് കോഡ് കിട്ടിയാൽ ആ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ആ സോഴ്സ് കോഡിനെ സോഫ്റ്റ്വെയർ ഹാൻഡിൽ ചെയ്തിട്ട് അത് ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റിക്കൊണ്ടാണ് സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയാൽ മതി? സോഴ്സ് കോഡ് കിട്ടിയാൽ മതി. അപ്പോൾ ഒരു സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള പ്രവർത്തന ഘടകം എന്താണ്? അതിന്റെ സോഴ്സ് കോഡാണ്. ക്ലിയർ? ഈ സോഴ്സ് കോഡ് ആര് മാത്രമേ പുറത്തിറക്കൂ? ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ മാത്രം. ഇതാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ രംഗം. മനസ്സിലായല്ലോ? അപ്പോൾ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ എന്താണ് ചെയ്യുന്നത്? സോഴ്സ് കോഡ് ഉപയോക്താക്കൾക്കായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ആയിട്ട് വിട്ടുകൊടുക്കുന്നു. സോഴ്സ് കോഡ് കിട്ടി ആർക്കും എന്ത് മാറ്റവും വരുത്തിയിട്ട് ആ സോഫ്റ്റ്വെയർ മാറ്റി തീർക്കാനോ സ്വന്തമാക്കി മാറ്റാനോ അതോടൊപ്പം പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനും ഒക്കെ സാധിക്കും. ഇതൊരു കാഴ്ചയാണ്, ഒരു കാഴ്ചപ്പാടാണ്. അതേസമയത്ത് നമ്മുടെ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ഒന്നും തന്നെ ഈ സോഴ്സ് കോഡ് വിട്ടുകൊടുക്കില്ല. ആ സോഴ്സ് കോഡ് അത് അവരുടെ ഈ പ്രോഗ്രാം നിർമ്മിക്കുന്ന ആളുകൾക്ക് മാത്രമേ സോഴ്സ് കോഡ് നൽകൂ. അതുകൊണ്ടാണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറുകൾ കുത്തക സോഫ്റ്റ്വെയറായി മാറുന്നത്. അത് അവയുടേത് മാത്രമാണ്. അതിൽ മാറ്റം വരുത്താനും അത് തുടർന്ന് ഉപയോഗിക്കാനും ഒക്കെ അവർക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ കൂടുതൽ പൈസ കൊടുത്ത് അത് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ട്. ഈ ചോദ്യത്തിന് രണ്ട് ടീമുകൾക്കും മാർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും എന്താണ് സോഴ്സ് കോഡ്, എന്താണ് ഒബ്ജക്റ്റ് കോഡ് എന്ന് കൂടുതൽ വ്യക്തമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും ചോദ്യങ്ങളിലൂടെ നിങ്ങളോടൊപ്പം കടന്നുപോയപ്പോൾ എന്നെ സംബന്ധിച്ച ഒരു അധ്യാപകൻ എന്ന എന്റെ അനുഭവം, എല്ലാവരും നന്നായിട്ട് IT ഉപയോഗിക്കുന്നു. ITയെ കൃത്യമായിട്ട് ഉള്ള ധാരണയോടെ തന്നെ സമീപിക്കുന്നു. വളരെ മികച്ച രൂപത്തിൽ IT പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. ശരിയല്ലേ? നിങ്ങൾക്ക് ക്ലാസ് മുറികൾ ധാരാളം അവസരങ്ങൾ കിട്ടിയിട്ട് ഒരുപക്ഷെ നമ്മുടെ ലോകത്ത് ഇത്രയേറെ ക്ലാസ് മുറികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ IT അനുഭവങ്ങൾ, IT പ്രയോജനപ്പെടുത്താനുള്ള പ്രാക്ടിക്കൽ സെഷനുകൾ ലഭിക്കുന്നത് കേരളത്തിലെ കുട്ടികൾക്ക് മാത്രം. തീർച്ചയായിട്ടും നാളത്തെ ലോകത്തെ IT വിദഗ്ധരായിട്ട് മാറാൻ മുഴുവൻ ഇന്നത്തെ സ്കൂൾ കുട്ടികൾക്ക് സാധിക്കും എന്ന് വ്യക്തമാണ്. തീർച്ചയായിട്ടും നല്ല താല്പര്യത്തോടെ നല്ല മത്സര ബുദ്ധിയോടെ ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും വളരെ സ്നേഹത്തോടെ അഭിനന്ദിക്കുന്നു. റേഡിയോ ടീച്ചർ പരിപാടിയിൽ ഇത്രയും സമയം നല്ല കുട്ടികളായ നിങ്ങളോട് ഓരോരുത്തരോടും കൂടെ ഇരിക്കാൻ സാധിച്ചുള്ള നന്ദി കൂടി അറിയിക്കുന്നു. നമുക്ക് ഇതിന്റെ അവസാന സ്കോർ നില പരിശോധിക്കേണ്ടല്ലേ? നിങ്ങൾക്കും നിങ്ങളുടെ അവസാന പോയിന്റ് അറിയാനുള്ള താല്പര്യവും ആവേശവും ഉണ്ടാവും. നമുക്ക് മത്സര വിജയികളെ പ്രഖ്യാപിക്കാം. ഈ റൗണ്ടിൽ ടീം എ 3 സ്കോറാണ് നേടിയിരിക്കുന്നത്. ഒന്ന് പാസ് ആയിട്ട് കിട്ടിയടക്കം 3 സ്കോർ. ടീം ബിയും 3 സ്കോർ നേടിയിട്ടുണ്ട്. ടീം സിക്ക് 2 സ്കോർ ലഭിച്ചിരിക്കുന്നു. ടീം ഡി 4 സ്കോർ കരസ്ഥമാക്കിയിട്ടുണ്ട്. ടീം ഇ 2 സ്കോർ നേടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ അവസാനത്തെ റൗണ്ടിൽ മാത്രമുള്ള സ്കോർ. ഇനി
6 റൗണ്ടുകളിലായിട്ടുള്ള മത്സരത്തിലെ ആകെയുള്ള വിലയിരുത്തൽ ഫലപ്രഖ്യാപനം നമുക്ക് പറയാം. ടീം ഡി സെന്റ് ജോസഫ് HS വായാട്ടുപറമ്പ 26 സ്കോർ. ടീം ബി GGVHSS ചെറുകുന്ന്. ടീം ബിയും ടീം ഡിയും ഒപ്പത്തിനൊപ്പം 26 സ്കോർ 1ാം സ്ഥാനം. 2ാം സ്ഥാനത്ത് പള്ളിക്കുന്ന് സ്കൂളിലെ കുട്ടികൾ. ടീം ഇ GHSS പള്ളിക്കുന്ന് 2ാം സ്ഥാനം 20 സ്കോർ. 3ാം സ്ഥാനം ടീം എ PRM HSS കൊളവല്ലൂർ 18 സ്കോർ. ടീം സി GHS പുഴാതിക്ക് ലഭിച്ചിരിക്കുന്നത് 10 സ്കോറാണ്. 1ാം സ്ഥാനം നേടിയ 2 ടീമുകളിലെയും കുട്ടികളെ പരിചയപ്പെടുത്താം. ടീം ബി GGVHSS ചെറുകുന്ന്. അനുനന്ദ കെ DAP 1ാം സ്ഥാനം കിട്ടിയ 2ാമത്തെ ടീം. ടീം ഡി സെന്റ് ജോസഫ് HSS വായാട്ടുപറമ്പിലെ കുട്ടികളാണ്. അനീവ രാജീവ്, ആശാപൂർണ TJ 1ാം സ്ഥാനം നേടിയ ടീമുകൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. മത്സരിച്ച എല്ലാ കുട്ടികൾക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ നേരുന്നു. കൂടുതൽ ഉയരങ്ങളിലേക്ക്, കൂടുതൽ മികച്ച പഠന സാഹചര്യങ്ങളിലേക്ക്, കൂടുതൽ മികവുകളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ആശംസിക്കുന്നു. നന്ദി. നാളെ ഇതേ സമയം മലയാളം കേരള പാഠാവലി പ്രശ്നോത്തരി. ക്യൂസ് മാസ്റ്റർ KP സുനിൽ കുമാർ, ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മലയാളം അധ്യാപകൻ. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ. റേഡിയോ ടീച്ചർ